ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ യു കെയിലാണുള്ളത്. യു കെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ എന്നാക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പം എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് വിസയിലെ കുറച്ച് അപ്ഡേറ്റ്സ്, പിന്നെ ഡിപ്പെൻഡൻറ്റ് വിസയുടെ കാര്യങ്ങളും പിന്നെ ഡിപ്പെൻഡൻസിന് നിർത്തുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റുഡൻറ്റ് വിസയുടെ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. യു കെയിൽ സ്റ്റുഡൻ്റായിട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും നമുക്കറിയാവുന്ന കാര്യമാണ് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണമെന്ന്. അപ്പം പ്രൂഫ് ഓഫ് ഫണ്ടിൽ കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അവർ പൈസ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2025 ലണ്ടനിൽ പഠിക്കുന്നവർക്ക് മെയിൻ്റനൻസ് £1,483 പെർ മന്തും, അതായത് ഏകദേശം ഒരു കോഴ്സ് തീരുന്ന ഒരു ഡ്യൂറേഷനിൽ 9 മന്ത്സിലേക്ക് ഏകദേശം £30,347 അപ്രോക്സിമേറ്റ്ലി കാണിക്കണം. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 15 ലക്ഷം രൂപ നാട്ടിലെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. ഔട്ട്സൈഡ് ഓഫ് ലണ്ടൻ ആണെങ്കിൽ പെർ മന്തിൽ മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറയുന്നത് £136 അതായത് ഏകദേശം £10,224 നമ്മൾ 9 മന്ത്സിലേക്ക് കാണിക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഒരു 11.5 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് ആണ്. ഏകദേശം 11.5 ലക്ഷം രൂപ നമ്മൾ 9 മന്ത്സിലേക്ക് കാണിക്കണം. ജനുവരി 2025 അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു വേരിയേഷൻസ് കാണിക്കുന്നത്. ഈ മെയിൻ്റനൻസ് ഫണ്ട് റെഗുലർലി അപ്ഡേറ്റഡ് ആയിരിക്കണം, ഇൻഫ്ലേഷൻ അനുസരിച്ചും. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ ലോണിൻ്റെ നമ്മളിപ്പോൾ മെയിൻ്റനൻസ് ലോൺ എടുത്തിട്ടില്ല, അതിൻ്റെ ഇൻക്രീസസ് അനുസരിച്ചും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈ സ്കിൽഡ് വർക്കറിൻ്റെ അപ്ഡേറ്റ് ആണ്. സ്കിൽഡ് വർക്കർ ഓക്കുപ്പേഷൻ കോഡിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്. നമ്മുടെ ഓരോ ഓക്കുപ്പേഷൻ കോഡിലും ഓരോ പേയിങ് റേറ്റ് ഉണ്ടല്ലോ, അതിൽ എറർ ഉണ്ട്. റേറ്റ് ഹൈ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ COSന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഓക്കുപ്പേഷൻ കോഡ് പേയ്മെൻറ്റ് റേറ്റും എല്ലാം നോക്കി വേണം ചെയ്യാൻ. എന്തായാലും ഹോം ഓഫീസ് ലൈസൻസ്ഡ് സ്പോൺസേഴ്സിനെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കമ്പനീസിനെ അറിയിച്ചിട്ടുണ്ട്. ഏത് ജോലിയാണോ അതിനെയെല്ലാം അവർ SMS സിസ്റ്റത്തിലൂടെ, അതായത് സ്പോൺസർ ലൈസൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ അവർ അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ കോഡ്സിലാണ് ആ എറർ അഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കെയർ വർക്കേഴ്സിൻ്റെ ഡിപ്പെൻഡൻ്റ് അപ്ഡേറ്റ് ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് നാളായിട്ട് കെയറേഴ്സിനും അല്ലെങ്കിൽ സ്റ്റുഡൻസിനും ഡിപ്പെൻഡൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ നമ്മുടെ കൂടെ നിർത്താനോ പറ്റില്ല. നേരത്തെ ഉള്ളവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. വർഷം മാർച്ചിന് മുൻപായിട്ട് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ ഡിപ്പെൻഡൻസിനെ ഇവിടെ നിർത്താനും പറ്റുള്ളായിരുന്നു. അതായത് കെയർ വർക്കേഴ്സിന്. സ്റ്റുഡൻസിനാണെങ്കിൽ ജനുവരി മുതലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഈ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. കറൻ്റ്ലി ഒരു ചേഞ്ചും ഇല്ല, നേരത്തെ ഉള്ളതിനെക്കാട്ടി ഒരു ചേഞ്ചും ഇല്ല. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെയാണ്. ഞങ്ങളുടെ കുട്ടി ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് അപ്പം മാർച്ചിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാനിരിക്കുമായിരുന്നു എന്ന് വെച്ചോ, നമ്മൾ അപ്ലൈ ചെയ്തില്ല, കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതല്ല, ഞാൻ ഇവിടെ തന്നെയാണ്, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലാണ്, എൻ്റെ കുഞ്ഞും നാട്ടിലാണെങ്കിൽ നമുക്ക് അപ്പോഴും കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവരൊരു നാട്ടിൽ നമ്മുടെ പാർട്ട്ണറും നമ്മുടെ കുഞ്ഞും ഉണ്ടെങ്കിൽ അവരെ നോക്കാനായിട്ട് നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ. അപ്പോൾ അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആരാണോ ഇവിടെ നിൽക്കുന്നത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. മറ്റേ പാർട്ട്ണർ ആരാണോ, ഹസ്ബൻഡ് ഓർ വൈഫ് ആരാണോ വേറെ നാട്ടിൽ നിൽക്കുന്നത്, എനി അതർ കൺട്രിയിൽ നിൽക്കുന്ന ആരാണോ അവർ കുഞ്ഞിൻ്റെ കാര്യം നോക്കുക എന്നാണ്. ബോത്ത് ഓഫ് ദ പാർട്ട്നേഴ്സ് ഇവിടെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കെയർ വർക്കേഴ്സിൻ്റെ കാര്യം മാത്രമാണ്. കാരണം സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല, കെയർ വർക്കേഴ്സിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു റൂൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സേഫ് ഗാർഡിങ് പോളിസി വെച്ച് കുഞ്ഞുങ്ങൾ ഇപ്പം നാട്ടിലാണെങ്കിൽ, നമ്മൾ 2 പേരൻസ് ഇവിടെയാണ്, കുഞ്ഞ് നാട്ടിലാണെങ്കിൽ അപ്പം കുഞ്ഞിനെ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ആ സേഫ് ഗാർഡിങ് പോളിസി വെച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ അത് വേറെ ഒരു തരത്തിലും, അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാമെന്ന് മാത്രമാണ്, അല്ലാതെ നമുക്ക് വേറൊരു റൂട്ടിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ഡിപ്പെൻഡിനെ കൊണ്ടുവരാം അങ്ങനെയൊന്നും ഇല്ല. അതല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാനാണെങ്കിൽ കെയറിൽ നിന്ന് മാറി വേറൊരു ജോലി മേടിച്ച്, അതായത് ഇവർ പറഞ്ഞ സാലറി ത്രഷോൾഡ് കൂടുതലാണെങ്കിൽ എനിക്ക് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരാം, എൻ്റെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഡിപ്പെൻഡൻ്റായിട്ട്. അതല്ല, നോർമൽ ഞാൻ കെയറർ തന്നെയാണ്, എൻ്റെ മിനിമം വേജാണ് ഇത്. അവർ പറഞ്ഞ സാലറി ത്രഷോൾഡിന് താഴെയാണ് എപ്പോഴും ഈ മിനിമം വേജ് ഉള്ള ജോലികളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ എക്സെപ്ഷണൽ കേസ് ഇത് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.